ഇതുപോലത്തെ 3 ഏത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കിടിലൻ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച പഴമെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇതിലൊന്ന് കുക്കായി അടിഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് നന്നായിട്ട് മറിച്ചും തിരിച്ചു വിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് കുക്കാവാൻ വേണ്ട, നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ഇനി ഇത് ഇവിടെ ഇരുന്ന് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തെങ്കിലും ഉപകാരമായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോവുകയുള്ളൂ. ഇനി നമുക്ക് ഈ ജാറിലേക്ക് മുട്ടയുടെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ടയും പഞ്ചസാര എടുത്ത് അതിലേക്ക് 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം നന്നായിട്ട് തന്നെ അലിഞ്ഞു കിട്ടണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പഴവും അതൊക്കെ പാനിലിട്ടില്ലേ, അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈകുന്നേരം ചായയൊക്കെ കുടിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഇനി ഈ പാനിലേക്ക് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തടവിയെടുക്കാം. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നേരിട്ടല്ല വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ദോശക്കല്ല്, പഴയ ഒരു ദോശ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 15 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതിയാവും. ഇതെന്ന് പറയുന്നത് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്ത് വേണോ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കപ്പലണ്ടി നെയ്യിലിട്ട് കുറച്ച് ഒന്ന് ചെറുതായിട്ട് വറുത്ത് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫോർ വാച്ചിങ്.